ഇന്ന് നമ്മൾ നേരെ ആദ്യകൂട്ടൻ അനീഷൻ്റെ വീട്ടിലോട്ടാക്കിയതിന് ശേഷം നമ്മുടെ പുരയിടം വൃത്തിയാക്കാൻ പോകാനായിട്ടാണ് ഇരുന്നത്. നമ്മൾ ഇറങ്ങുന്ന ടൈമിൽ നല്ല വെയിലായിരുന്നു കേട്ടോ. സംഭവം നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അനീഷൻ്റെ ചേട്ടനും പിന്നെ കുറച്ച് ഫ്രണ്ട്സും എല്ലാവരും കൂടെ ചേർന്നിട്ട് പുളിമരം മുറിക്കുമായിരുന്നു. ഒരുപാട് വർഷം കൊണ്ട് നിൽക്കുന്ന പുളിമരമാണ്. അത് കണ്ടപ്പോൾ ചെറുതായിട്ടൊരു വിഷമമൊക്കെ തോന്നി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ആദ്യകൂട്ടന് ടാറ്റയൊക്കെ പറഞ്ഞ് നേരെ വന്നിട്ടൊരു മൺവെട്ടി വാങ്ങാനായിട്ട് കയറി. പുരയിടം വൃത്തിയാക്കാൻ പോകാനായിട്ട് ഞങ്ങളുടെ കയ്യിൽ മൺവെട്ടി ഇല്ലായിരുന്നു. അങ്ങനെ അതും വാങ്ങിക്കൊണ്ട് നേരെ അങ്ങോട്ട് പോയി. ഓൾറെഡി വൃത്തിയാക്കി ഇട്ടേക്കുവാണ്. ഇതിൽ കുറച്ചും കൂടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഫസ്റ്റ് വെയിലായിരുന്നെങ്കിലും പിന്നീട് മഴ ചെറുതായിട്ട് ചാറി തുടങ്ങി. അപ്പം ഞാൻ ഈ സൈഡിലോട്ട് കയറി നിന്ന സമയത്ത് അവിടുത്തെ വീട്ടിൽ കറ്റാർ വാഴയോടൊപ്പം ഈ ഒരു സംഭവം കൂടെ നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ അതും കൂടി ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ച് അങ്ങനെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തത് കേട്ടോ. സംഭവം മഴ ഒരു വിഷയമല്ല എന്ന് കരുതിയിട്ട് മാഖ വെട്ടാമെന്ന് കരുതി അങ്ങ് പോയതാണ്. പക്ഷേ മഴ സമ്മതിച്ചില്ല. മഴ ആർത്തുല്ലസിച്ച് പെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ കുട്ടിദാ ഇവിടെ കയറിയിരിക്കുന്നു ഗൈസ്. മഴ ചതിച്ചു. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് കുറേ നേരം മഴയൊക്കെ കണ്ട് ആസ്വദിച്ചപ്പോഴാണ് നേരെ ഒരു ഇടിയും മിന്നലും ഒക്കെ ആയിട്ട് ഇങ്ങ് വന്നത്. നമ്മൾ ഈ ഇടിയത്തും മഴയത്തും കയറി നിന്നത് കുറച്ച് ഡേഞ്ചർ ഏരിയയിലാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അടങ്ങി ഒതുങ്ങി നിൽക്കാമെന്ന് കരുതി. പക്ഷേ വിശന്ന് പണ്ടാരടങ്ങിയിട്ടുണ്ടായിരുന്നു. മഴ ഒന്ന് തോന്നെങ്കിൽ ഫുഡ് കഴിക്കാം എന്നുള്ളൊരു തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു. പക്ഷേ മഴ തോരാനായിട്ട് ഒരുപാട് ടൈം എടുത്തു. അതിനൊക്കെ ശേഷം നമ്മൾ വന്ന് ഓരോ ബിരിയാണിയൊക്കെ അടിച്ചു കേട്ടോ. ബിരിയാണി അടിച്ചതിന് ശേഷം പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്തില്ലെങ്കിലും വിശന്നു. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വെയിലൊക്കെ ആയി. പിന്നെ നമ്മൾ നേരെ പോയി ദാണ്ടേ മൺവെട്ടിയൊക്കെ ആയിട്ട് വീണ്ടും നമ്മൾ കളത്തിലോട്ട് ഇറങ്ങി. അപ്പോൾ ഇന്നത്തേക്ക് വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.